വില്ലേജ് വൈബ്സിന്റെ മറ്റൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് കട്ടപ്പനാണ്. കട്ടപ്പന നമ്മൾ 2 ദിവസം നമ്മളെ പ്രിയച്ചിന്റെ വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ ഇനി ഇന്ന് ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. കമ്പം, തേനി, ഇസ്ലാംപട്ടി വഴി മധുര ആണ് ആ റൂട്ടാണ് നമ്മൾ പോകാൻ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ആളുകൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. മുന്നേ വീഡിയോ കണ്ടവർക്കാരും കാണാത്തവരുണ്ടെങ്കിൽ ഒന്നും കൂടി നമ്മൾ കാണിച്ചു തരാം ആരൊക്കെയാണ് നമ്മൾ ഇവിടെ ഉള്ളത് എന്നുള്ളത്. ഈ കാണുന്നതാണ് പ്രിയച്ചേച്ചിയുടെ വീട്. ഒരു മലയോര മേഖലയിലുള്ള വീടാണ്. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് സുരേഷേട്ടൻ, പ്രിയേച്ചിൻ്റെ ഭർത്താവാണ്. ഇത് പ്രിയേച്ചി. ഇനി ഇവിടെ വേറൊരാളും കൂടി കാണിച്ചു തരാം. ഇത് പ്രിയേച്ചിയുടെ അച്ഛനാണ്. AK എന്നായിരുന്നല്ലോ പേര് പറഞ്ഞ്. ആർമിയിലായിരുന്നു. ഇപ്പൊ എത്ര വയസ്സായി? 81. എത്ര വർഷം സർവീസിലുണ്ടായിരുന്നു? 24 വർഷം. ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് കുറേ ആയപ്പോ. 1988 റിട്ടയർഡ് ആയിക്കണേ. ഇവിടുത്തെ പേര് അമ്മ ഉണ്ട്. അമ്മ ഇവിടെ ഇല്ലല്ലേ? പെങ്ങളെ വീട്ടിൽ പോയതാന്ന് പറഞ്ഞത്. അപ്പൊ 2 ദിവസം നമ്മളൊരു വീട്ടിൽ നിന്ന് നമ്മളെ നോക്കണ പോലെ ആ ചേച്ചി നമ്മളെ നോക്കിയതാണ്. അപ്പൊ ഇവരൊക്കെ നമ്മൾ എല്ലായിടത്തും പറഞ്ഞു നമ്മളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും ചേച്ചി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പാപ്പനെ കൊണ്ടുവരാൻ പറ്റുമോ വരവില്? ദൂരയാത്ര പറ്റൂലല്ലേ? പാപ്പന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം പറഞ്ഞത് കണ്ട പാഷൻ ഫ്രൂട്ട്, ചക്ക, മാങ്ങ ഇതെല്ലാം കഴിക്കും. ഇതിന്റെ അതേ ഒരു വൈബിളാണ് പാപ്പ എന്നുള്ളത് മനസ്സിലായി. അപ്പൊ നമ്മൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇവിടുന്ന് ഇറങ്ങാനൊക്കെ എന്താ ചേച്ചി എനിക്ക് ഒരു കപ്പ് നിറച്ച് ഇന്നലെ മിനിയാന്നു ഇത് പാഷൻ ഫ്രൂട്ട് പഞ്ചസാര ഇട്ട് തന്നു. 2 ദിവസം നന്നാക്കിയൊന്നും ഉറങ്ങിയപ്പോ തന്നെ ശരീരത്തിന് കുറെ ക്ഷീണം വിട്ടിക്കണേ. ചേച്ചി പറഞ്ഞു ഞാൻ ഇവിടെ എത്തിയാൽ തടിച്ചിക്കണെന്നാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നുണ്ട് ചെറുതായിട്ട് തടിച്ചിക്കണമെന്നൊരു ഡൗട്ട് ഉണ്ട്. കാരണം ബീഫും ഇതൊക്കെ ചേച്ചി നമുക്ക് ഉണ്ടാക്കി തന്നിരുന്നത്. ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ചാമ്പക്ക കിടക്കുന്നുണ്ടാ മരത്തിൽ നിറയെ ചാമ്പക്ക. എന്നാലും വന്നേക്ക് ഇതൊക്കെ ഉപ്പും മുളക് പൊടിയും കൂട്ടിയിട്ട് അങ്ങോട്ട് കുത്തി കഴിച്ച് നല്ല ടേസ്റ്റ്. പക്ഷേ ചാമ്പക്കക്ക് വെള്ളം ഇറങ്ങിയിട്ട് മധുരത്തിന് ചെറിയ കുറവുണ്ട്. ശരി, ഓക്കെ. അപ്പോൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇത് മുകളിലൊരു ക്ഷേത്രമുണ്ട്. അങ്ങനെതാ ഞാൻ വണ്ടിയിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. കാജ നടന്ന് വരികയാണ്. 2 ആളെ വെച്ചിട്ട് കയറ്റം കയറുന്നില്ല. അത്രയും വലിയ കയറ്റായിരുന്നു. പിന്നെ ഇവിടെ ഒരുപാട് വ്യൂ പോയിൻ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ കാജ വന്നിട്ട് ഇറങ്ങി കാണാമെന്നുള്ളതിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ നമ്മളെ ക്ഷേത്രത്തിൻ്റെ മലൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞത് ഒരു 1.5 വ്യൂ ആണ്. ആ കാണുന്ന ഇടുക്കി ഡാമാണ്. പിന്നെ കട്ടപ്പന ഇതിൻ്റെയൊക്കെ പരിസര പ്രദേശങ്ങളിലൊക്കെ വ്യൂ, നല്ല അടിപൊളി വ്യൂ ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ക്ഷേത്രത്തിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നുള്ള വ്യൂ ആണ്. പക്ഷെ താഴേക്ക് നല്ല കൊക്ക പോലുള്ള സ്ഥലമാണ്. നല്ല താഴ്ചയുണ്ട്. അവിടെ നിന്നുള്ള വ്യൂ ആണിത്. ഈ കാണുന്ന ബിൽഡിങ് മുന്നേ ഒരു കോളേജ് ആയിരുന്നു. ഞങ്ങളിങ്ങനെ ആലോചിക്കുന്നത് കോളേജിലേക്കൊക്കെ വന്നു പോകാനുള്ള ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടാവുന്നു. അത്രയും ഹൈറ്റ് കയറ്റും, അതും പെട്ടെന്ന് കുത്തനുള്ള കയറ്റായിരുന്നു. വണ്ടിയൊക്കെ കയറാൻ നല്ല പ്രയാസമുള്ളൊരിതാണ്. അപ്പോൾ ഇവിടുന്ന് കോളേജ് ഇപ്പോൾ ഒഴിവാക്കി പോയി. അതിൻ്റെ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത്. എത്ര വർഷമായി പറഞ്ഞ്? 70കളിലാണ് ഇത് ഒഴിവാക്കി പോയിട്ടുള്ളത്. പക്ഷെ ഇതിൻ്റെ മേലൊക്കെ ഈ കല്ലൊക്കെ എത്തിക്കാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ടാവൂലേ? ഇപ്പോൾ ഒരു പ്രേതാലയം പോലെ ഇങ്ങനെ കിടക്കുകയാണ്. സ്കൂളിൻ്റെ സീറ്റിൽ കിട്ട ലോകത്തിലെ തന്നെ ഏറ്റവും നല്ല വ്യൂ കിട്ടുന്ന ഒരു കോളേജ് ഉണ്ടെങ്കിൽ ഇതാവും. പക്ഷെ ഇതിലേക്ക് വരാനാണ് ബുദ്ധിമുട്ട്. ഇങ്ങനെ ഒരുപാടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മൾ നേരത്തെ കാണിച്ചെന്ന ഡാമിൻ്റെ ഇതിലൊക്കെ വ്യൂ ഇവിടുന്നാണ്. അങ്ങനെ ഇറക്കണ്ട, എങ്ങനെ ഉണ്ട് കിടക്കുമോ നന്നാവുക. ഞാൻ അതിലൂടെ വരാം. അല്ല പാമ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുറച്ചൊന്നുമല്ല ഇട്ടത്, ഒരുപാടുണ്ട്. അക്രമകാരികളായ വന്യമൃഗങ്ങളില്ലെങ്കിൽ പന്നിയും മ്ലാവൊക്കെ ഇവിടെ ധാരാളം ഉണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് തിരിച്ചിറങ്ങുകയാണ്.
ഇതുപോലുള്ള കുത്തനുള്ള കയറ്റം കയറിയിട്ട് നമ്മൾ വന്നത്. ഇവിടുന്ന് അങ്ങോട്ട് ടാറും ഇല്ല. അമ്മ കയറ്റെന്ന് പറയും. ബ്രേക്ക് പിടിച്ചിട്ടൊന്നും നിൽക്കണില്ല, അങ്ങനത്തെ കയറ്റം ഇറക്കം. റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ, കുത്തനുള്ള ഇറക്കങ്ങളും. ഇറങ്ങിപ്പോകാനൊക്കെ ഇത് പിന്നെയും പറ്റും, കയറി വരാനായിരുന്നു പ്രയാസം. കുടിക്കാൻ പറ്റിയ വെള്ളം അല്ലേ, തെളിഞ്ഞ വെള്ളമാണ്. ഏത് നിമിഷം വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതാ മഴ ഇങ്ങനെ ചെറുതായി ചാറി തുടങ്ങി. നമ്മൾ ഇറങ്ങിയിട്ടുള്ളതാണ് മഴ. ഉച്ചയ്ക്ക് ശേഷമൊക്കെ നല്ല മഴ ഉണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ അഞ്ചുരുളി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ച് നടന്നു പോകണം. ഇപ്പം നമുക്ക് ടണലിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല, മഴക്കാലമാണ്. അപ്പോൾ ഏത് സമയത്താണ് വെള്ളം എത്തുക എന്ന് പറയാൻ പറ്റില്ല അതിൻ്റെ അകത്തുനിന്ന്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാഴ്ചകളൊക്കെ കാണാം, പോയി നോക്കാം. നല്ല ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടുന്ന്. ആ വക്കത്ത് കൂടി പോകേണ്ട കാഴ്ച അവിടെ ഇടിഞ്ഞിക്കണെന്ന് അറിയാം. ഇപ്പോൾ വെള്ളം തുറന്നു വിട്ട സമയമാണല്ലോ അഞ്ചുരുളിയിൽ. ടണലിൻ്റെ പരിസരത്തേക്കേ പോകാൻ പറ്റില്ല, അത്രയും വെള്ളം അവിടെ. അതിന് നോക്കി ചവിട്ടിക്കോട്ടാ. പുല്ലൊക്കെ വരണൊക്കെ ഈ കാണുന്നതാണ് അഞ്ചുരുളി ടണൽ. അതിന് വരുന്ന വെള്ളത്തിൻ്റെ പവർ നോക്കുകയാണ്. സാധാരണ അത്ര വെള്ളപ്പം മഴ പെയ്തിട്ടാണ്, കാരണം അതിൻ്റെ അകത്തേക്ക് കയറരുതെന്ന് പറയണം. അപ്രതീക്ഷിതമായിട്ട് വെള്ളം പവറിൽ വരും. അപ്പം നമ്മളിതാ ഈ കാണുന്ന ഡാമിൽ കൊണ്ടുകിട്ടും വെള്ളം. അതിൻ്റെ അകത്തുനിന്ന് കമ്പൊക്കെ വരുന്ന സ്പീഡ് നോക്കാം. അഞ്ചുരുളിയിൽ എടുത്താൽ ഒരു ചായക്കട ഉണ്ടായിരുന്നു, ചായക്ക് കുടിച്ച് അങ്ങനെ ഇരിക്കണം. അപ്പം ചേട്ടൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ചേട്ടാ, ചേട്ടൻ്റെ പേരെന്തായിരുന്നു? എൻ്റെ പേര് അരുൺ. ഇവിടുത്തെ ഈ വെള്ളം വരുന്നത്, ഈ വെള്ളം ശരിക്കും വരുന്നത് എരട്ടാറ്റിൽ നിന്നാണ് വെള്ളം വരുന്നത്. ഈ ടണലിൻ്റെ നീളം 5 കിലോമീറ്ററാണ്. ശരിക്കും അപകടം പതിയിരിക്കുന്ന ഒരു ടണലാണ്. മഴക്കാലങ്ങളിൽ അതിൻ്റെ അകത്തോട്ട് ശരിക്കും അലവും ഇല്ലാത്തതാണ്. അത്രയും അപകടകരമായ ഒരു സമയമായിരിക്കും മഴക്കാലം. അതിൻ്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രത്യക്ഷമായിട്ട് വെള്ളം വരാനും അപകടങ്ങൾ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇവിടെ മഴ ഇല്ല എന്ന് കരുതിയിട്ട് നമ്മൾ ഇറങ്ങാൻ നിന്നാൽ ഈ മലൻ്റെ അപ്പുറം മഴ പെയ്യുന്നുണ്ടെങ്കിൽ, അപ്പുറം മഴ പെയ്താലും മതി, വെള്ളം ടണൽ വഴി വന്ന് അപകടങ്ങൾ പതിയിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ട്രെയിനിൽ കൂടെ യാത്രയും സാധ്യമല്ല, കാരണം വായുവില്ല, മൊബൈലിന് റേഞ്ചില്ല, പിന്നെ ചെറിയ കുഴികളുണ്ട്, ചെറിയ അപകടങ്ങളും അതിൻ്റെ അകത്ത് പതിയിരിപ്പുണ്ട്. അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനുള്ള കൈവരികളൊക്കെ ഉണ്ടായിരുന്നില്ലേ? കൈവരികളുണ്ടായിരുന്നു. അത് 2018 പ്രളയത്തിലാണ് ആ കൈവരികൾ തകർന്ന് വെള്ളം പോവുകയും ടണൽ മുഖം കവിഞ്ഞ് വെള്ളം വീഴുകയും ഒക്കെ ഉണ്ടായി. അപ്പൊ ഈ ടണൽ എന്തെങ്കിലും ഫുള്ളായിട്ട് വെള്ളം വന്നൊരു സമയം 2018 ടണൽ മുഖം കവർ ചെയ്ത് വെള്ളം വന്നു. അതായത് റൗണ്ട് കംപ്ലീറ്റ് കവർ ചെയ്ത് വെള്ളം 1000 അടിക്ക് മുകളിൽ ടണൽ മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ വെള്ളം വരികയുണ്ടായി. ആ പ്രളയത്തിൽ ഈ ഭാഗത്തൊക്കെ വെള്ളം കയറിയിരുന്നു ഡാമിന്ന്? ഇല്ലല്ലേ, ഡാമിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വെള്ളം കയറിയായിരുന്നു. ശരിക്കും നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു പ്രളയമായിരുന്നു 2018. അപ്പം നമുക്ക് ഈ റൈറ്റ് സൈഡിലോട്ടാണ് നമ്മൾ കമ്പത്തിൽ പോകാനുള്ളത്. അപ്പം പോണ സമയത്ത് നല്ല രസമുള്ളൊരു ആലും കുറച്ചത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റോപ്പാക്കിയാണ് നമ്മൾ. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ദൂരം നിന്നുള്ള സിംഗപ്പൂർ വരെ ബൈക്കിൽ പോകും. 11 രാജ്യം ബൈക്കിൽ പോകും. ആ, 2 രാജ്യം ഷിപ്പ്, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ ഷിപ്പ്. ഇല്ല ഇപ്പോൾ
ஓகே செக் பண்ணுறோம்ல, അത് ഒന്നും പ്രശ്നമില്ല. விஷயம் கேட்குறோம்ல. ഓക്കെ, നമ്മൾ ഈ കാണുന്നത് കേരളം, ഈ കാണുന്നത് തമിഴ്നാട്. കമ്പമട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണ്. നമ്മൾ തമിഴ്നാട് കടന്നു. വീണ്ടും നമ്മളിങ്ങോട്ട് മുന്നോട്ട് വന്നപ്പോൾ സാർ അങ്ങോട്ട് തന്നെ വിളിപ്പിച്ച്. അപ്പോൾ നമ്മളെ യാത്രയൊക്കെ പറ്റി ചോദിക്കായിരുന്നു. അങ്ങനെ നമ്മൾ കമ്പം ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. താഴേക്ക് നല്ല വ്യൂ പോയിന്റ് ഒക്കെ കാണുന്നുണ്ട്. പോയാൽ നമുക്ക് ഇവിടെ നിർത്തിയിട്ട് ആവും. നല്ല അടിപൊളി വ്യൂ ട്ടാ, സൂപ്പർ വ്യൂല്ലേ. പക്ഷെ ഇതിൽ അവിടുന്ന് എടുത്താലും പോലെ കിട്ടും. എന്നാണ്ട് കയറ്റിട വണ്ടി. അടുത്ത ടൈനിങ് കിട്ടുമോ? അടുത്ത ടൈനിങ് താഴെ നോക്കുകയാണെങ്കിൽ കൃഷിയൊക്കെ. അങ്ങനെ നമ്മൾ ചുരമൊക്കെ ഇറങ്ങി വന്നിട്ട് ഇതാ കമ്പം 1 കിലോമീറ്റർ, തേനി 40. പിന്നെ നമുക്ക് ഇന്ന് മധുര വരെയെങ്കിലും ഓടി എത്തണമെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം മധുരയ്ക്ക് ഒരു 117 കിലോമീറ്റർ ഉണ്ട്. മധുര വരെയിൽ പോകണം. തേനി ഉസ്ലാംപട്ടി അപ്പോൾ അവിടുത്തെ കാഴ്ചകളെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നേക്ക് താഴത്തേക്ക് നല്ല ചൂടാണ്. അത്യാവശ്യം നല്ല വെയിൽ നിന്ന് കിട്ടണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ വെയിൽ നമുക്ക് താങ്ങാൻ പറ്റുന്ന വെയിലാണ്. ഇതിൽ കൂടിയാലാണ്, കടുപ്പായാലാണ് വിഷയം. അപ്പോൾ നമ്മൾ കമ്പം ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ തേനി റൂട്ടിൽ പോകുന്ന വഴിക്ക് നമുക്ക് കാഴ്ചയിൽ കണ്ട് അങ്ങനെ നമുക്ക് പോകാം. அந்த வண்ணமீன் கண்காட்சியை காண வரக்கூடிய அனைவருக்குமே வண்ணமீன் இலவசமா தராங்க. നമ്മൾ ജസ്റ്റ് കമ്പം ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ തേനിയിലേക്ക് പോകുന്നത്. കൃഷിക്കാഴ്ചകളൊക്കെ കൂടുതലുള്ളത് കമ്പത്തിനേക്കാളും കൂടുതൽ തേനിയിലാണ്. അപ്പോൾ തേനിയിൽ ഇറങ്ങിയിട്ട് നമ്മൾ ആ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി ശ്രമിക്കും. നമ്മളിതാ തേനി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുള്ള ഒരു വ്യൂ കണ്ടപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ്. ഇപ്പുറത്ത് പാടമുണ്ട്, ബാക്കിൽ തെങ്ങും തോപ്പുണ്ട്, അപ്പുറത്ത് പാടം, നല്ല പച്ചപ്പുള്ള പാടം. ഇത് അപ്പുറത്ത് ഏതോ മലനിരകൾ, അത് ഏത് മലനിരകളാണ് നമുക്ക് പറയാനറിയില്ല. കോട മൂടി കിടക്കുകയാണ്. ഇപ്പോഴത്തെ കാലാവസ്ഥ പറഞ്ഞാൽ നല്ല ചൂടാട്ടാ, നല്ല ചൂടാണ്. പക്ഷേ നമുക്കൊരു സുഖമുണ്ട് ആ തണുപ്പിൽ നിന്ന് ചൂട് കെട്ടിയപ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേ പോകേണ്ടത്. ഈ വ്യൂ ഇട്ടാൻ വേണ്ടി ഇങ്ങോട്ട് തിരിച്ചിട്ടാണ്. നല്ല വെയിൽ പോകുന്ന സമയത്ത് ഒരു പൊളിമരച്ചോട്ടിൽ തണലുണ്ട്. ഇപ്പോൾ കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തിയാണ്. നമ്മൾ കട്ടപ്പനയിൽ നിർത്തിയിട്ട് പിന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ 1-2 മിനിറ്റൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മൾ കമ്പത്ത് നിന്ന് തേനി പോകുന്ന റൂട്ടിൽ എല്ലപ്പെട്ടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഒരു ഡാമൊക്കെ ഉണ്ട്. നമ്മൾ കുളിക്കണമെങ്കിൽ കുളിക്കുക. അപ്പോൾ ജസ്റ്റ് ഒന്നാന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. വെള്ളമുള്ള സമയമാണോന്നൊന്നും അറിയില്ല, പോയി നോക്കാം നമുക്ക്. നമ്മൾ എല്ലപ്പെട്ടി പോകാൻ വേണ്ടിയിട്ട് ഇതൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇടതുവശത്തും 2 ഭാഗത്തും കൃഷിയാണ്. അവിടെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തിട്ടില്ല, കോവക്ക കൃഷി ഉണ്ടായിരുന്നു. അവിടെ വിളവെടുപ്പ് വരുന്നത്. ഒരു ആട്ടുംകൂട്ടം വരുന്ന നോക്കണി. ഒരു പ്രത്യേക തരം നടത്തല ആടുകളൊക്കെ കൂടി. നമുക്ക് പോകാം. എന്താ ഡാമിൽ ലൊക്കേഷൻ ഇട്ട് കൊടുന്ന് ഇത് എവിടെ എത്തിയാൽ കുറേ ആളുകൾ കുളിക്കണൊക്കെ ഉണ്ടോ ഇവിടെ? അതാ ഡാം പോലെ. അടിപൊളി സ്ഥലല്ലേ. ഇത് കുളിച്ചില്ലെങ്കിൽ നഷ്ടമാണല്ലേ. സൂപ്പർ സ്ഥലം. അവിടെ ആളുകൾ നീന്തിനൊക്കെ രസമായിക്കണം. ആണ്ട് പോകണമെങ്കിൽ അത്ര സുഖമായിക്കണം. ഇവിടെ കുളിക്കാറന്നല്ലേ, ഒന്ന് കുളിക്കാതെ പോയാൽ നഷ്ടമാണ്. അങ്ങനെ അതാ നമ്മൾ എത്തിപ്പെട്ട സ്ഥലം ഏതായാലും അടിപൊളി, ഒരു രക്ഷയില്ല. നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് പടത്തിലൊക്കെ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടിട്ടുള്ളൂ. നേരിട്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്ര ഒരു സ്ഥലം ഞാൻ കാണുന്നത്.
അപ്പോൾ നമ്മൾ തേനി പോകുന്ന റൂട്ടിലാണ്. തേനി പോകുന്ന റൂട്ടിൽ ഇങ്ങനെ ഒരു ഡാം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേര് എല്ലപ്പെട്ടി ഡാം എന്നാണ്. നിഷാദ കുളിക്കാൻ വേണ്ടി തയ്യാറായിക്കണേ. എന്താ കാട്ടണമെന്ന് അറിയില്ല. അവനക്ക് ഗോപ്രോൻ്റെ കയ്യിൽ എല്ലാം കൂടി നിൽക്കണതാ. അപ്പം നമുക്ക് പോയി നോക്കാം. എങ്ങനെയുണ്ട് ഷാ? പൊളി, ഒരു രക്ഷയില്ല, സൂപ്പർ സ്ഥലം. ഞാൻ ശരിക്കും കുളിക്കാനുള്ള മൂടല്ല ഇപ്പോൾ, പക്ഷെ ഇത് വെള്ളം കണ്ടിട്ട് കുളിക്കാതെ പോണേ എങ്ങനെ വെച്ചിട്ട് ഇറങ്ങിയതാണ്. ഇവിടെ ഒരു ഫേമസ് ഒരു നോൺ വെജ് കിട്ടുന്ന ഒരു ഷോപ്പ് ഉണ്ട് ഇവിടെ, ഒരു അടിപൊളി ഷോപ്പ്, എല്ലാ ഐറ്റം സാധനങ്ങളും കിട്ടുന്നത്. അപ്പോൾ ആ ഷോപ്പ് വന്ന് കവർ ചെയ്യണം. അതിന്റെ എന്താണ് പേര് ഹോട്ടൽ പേര്? ജ്യോതിഷ്. അതിന് ശേഷം നമ്മൾ തേനി, ഇപ്പോൾ നമ്മൾ തേനി എത്തിയിട്ടില്ല, തേനിക്ക് ആവശ്യം 20 കിലോമീറ്ററോളം ബാക്കിയുണ്ട്. അതിന് ശേഷം നമ്മൾ തേനി പോകും. ഇസ്ലാംപട്ടി മധുര വരെ ഒന്ന് ഓടിക്കണം എന്ന് ആഗ്രഹം. ഇപ്പോൾ സമയം 1:30 ആയിട്ടുണ്ട്, പോയി നോക്കാം നമുക്ക്. അങ്ങനെ നമ്മൾ ജ്യോതിഷ് ഹോട്ടലിന്റെ മുന്നിലെത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് കഴിക്കാം. ശരിയല്ലേ? കോട്ടയിലുള്ള ജ്യോതിസ് റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ ഫേമസ് വെച്ചാൽ നോൺ വെജിൽ കുറേ ഐറ്റംസ് ഇവിടെ ഉണ്ട്, അതുകൊണ്ട് ഇവിടെ ഫേമസ് ആണ്. ഇവിടെ ഉണ്ട് കണ്ടാറ് കുറേ ഐറ്റംസ് ഇവിടെ മുന്നിലുണ്ട്. അപ്പോൾ നമ്മൾ നല്ല ചോറും നല്ല നാടൻ കോഴിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ചിക്കൻ, നാടൻ കോഴിൻ്റെ കറി, മീൻ കറി, മട്ടൻ സാലന, ചിക്കൻ സാലന, അങ്ങനെ പല കറികളും ഉണ്ട്. വെച്ചടിച്ചോ. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കണേ. അപ്പോൾ ചെറുതായിട്ട് ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴ കൂടാതെ ഇരുന്നാൽ മതിയായിരുന്നു. നല്ല രസമാണ്, രണ്ട് സൈഡിലും പൊളിമരങ്ങളായിട്ടുള്ള റൂട്ട്. കരിഞ്ഞ മണിക്കൂർ കൊടുന്നാ മഴക്കാറ് നോക്കുകയാണെങ്കിൽ നല്ല ഒരു ശക്തമായ മഴയ്ക്ക് സാധ്യത നമ്മൾ കാണുന്നുണ്ട്. മധുരൊക്കെ വെള്ളം കയറിയെന്നൊക്കെ ഒരു ന്യൂസ് ഇപ്പോൾ ഇന്നലൊക്കെ വന്നിരുന്നു. നമ്മളിപ്പോൾ തേനി ടൗണിലെത്തി. ഇവിടുത്തെ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഈ റേറ്റാണ്. ആളുകൾ എവിടുന്ന വണ്ടിട്ട് വരണേ, എവിടേക്കാണ് പോകുന്നത്, വരണവർക്ക് വരുന്നില്ല, പോണവർക്ക് വരുന്നില്ല, അങ്ങനത്തെ ഒരു കാര്യമാണ് അവിടെ. സമയം വൈകിട്ട് 3:30. കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ ഭയങ്കര മഴ. ഈ ഭാഗങ്ങൾക്ക് തുടങ്ങിയിട്ടുള്ളൂ. അങ്ങോട്ട് ഫ്രണ്ടിലേക്ക് നോക്കിയാൽ അത്യാവശ്യം നല്ല മഴ ആ ഭാഗങ്ങളിൽ പെയ്യുന്നുണ്ട്. ആണ്ടപ്പം നമുക്ക് പോകാനുള്ളത്. അപ്പോൾ ഇനി ഗോപ്രൊക്കെ എടുത്ത് വെക്കുകയാണ്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് മഴ നിന്നതിന് ശേഷം കാണാം. എല്ലാ
രക്ഷയില്ല. മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ റെയിൻ ജാക്കറ്റൊക്കെ ഇട്ടിക്കണേ, എന്നാലും വെള്ളം എത്രത്തോളം ഉള്ളിൽ ആവാതിരിക്കുന്നൊന്നും അറിയില്ല. ഒന്നും അറിയില്ല, ഫോൺ എടുത്താൽ വെള്ളം നല്ല വരുന്നുണ്ട്. അതായത് ഉണ്ടായത് എന്താ സംഭവം എന്ന് പറഞ്ഞാല്, ലാസ്റ്റ് ആ മഴന്റെ സമയത്ത് ഗോപ്രോ അടക്കം വണ്ടിക്ക് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആ മഴന്റെ വിഷയം ലാസ്റ്റ് കണ്ടിട്ടുണ്ടാണ്. ഇതാ എന്റെ ബോട്ടുമ്പോൾ ഇപ്പോഴും വെള്ളത്തിൽ നിന്നിട്ടില്ല. ഇവിടെ നെത്തൊക്കെ നമ്മളെ നേരത്തേക്ക് വെള്ളമാണിത്. പക്ഷെ ഇവിടെ നാറെന്ന് വെച്ചോട്ടാ, ഒരു തുള്ളി മഴ, ഒരു തുള്ളി ഈ ഭാഗത്തേക്ക് വേദിക്കണ ഈ ഇട്ടിട്ട് സംഘം ഉണ്ടായിരുന്നില്ല. ഇത് പൂരിയാൻ വേണ്ടി ഇടിയാൻ വേണ്ടി എന്നുള്ള അവസ്ഥയിൽ നിൽക്കണേ. കാരണം കാശതാ പോയി വറക്കണ വരെ നിന്ന് വറക്കണ ഡ്രസ്സ് നനഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇസ്ലാംപട്ടി എത്തി. നമ്മൾ തേനിന്ന് തുടങ്ങിയ മഴയാണ്. ഏകദേശം 1.5 മണിക്കൂറോളം ശക്തമായ മഴ എന്ന് പറഞ്ഞാൽ കാഴ്ച പോലും കാണാൻ പറ്റില്ല, അങ്ങനത്തെ മഴ പെയ്യുന്നത്. ഇനി ഇവിടുന്ന് മധുരയ്ക്ക് ഏകദേശം 45 കിലോമീറ്ററോളം ഉണ്ടാവും. അപ്പോൾ നമ്മൾ മധുരയാണ് സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. തേനിയിലെ മുന്തിരിത്തോട്ടം ഒന്നും നമ്മൾ കാണാൻ പറ്റില്ല, ആദ്യം മഴ അവിടെ പെയ്തത്. ഏതായാലും നമ്മൾ ഇസ്ലാംപട്ടി മധുര ലക്ഷ്യമാക്കിയിട്ട് പോവാണ്. അവിടെ എത്തിയിട്ട് പോകാനടിയിലുള്ള സമയം കാഴ്ചകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കാണാം. ഇപ്പോൾ സമയം ഏകദേശം എത്ര 5 മണി കഴിഞ്ഞിട്ടുണ്ടാവില്ല, 5 മണി ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഇന്ന് ഞങ്ങൾ 6 മണിക്കും സൈഡാക്കണം. കാരണം ഇന്ന് IPL രാജസ്ഥാനും ബാംഗ്ലൂരും കളിയിലാണ്. ആ കളി ഇന്ന് കാണണം. നമ്മുടെ ടീമാണ് രാജസ്ഥാൻ. അപ്പോൾ നല്ല ത്രില്ല് മാച്ച് ആയിരിക്കും. ആ കളി കാണണം. ഇന്ന് വീഡിയോ എഡിറ്റിംഗ് ഒന്നുമില്ല. അപ്പോൾ ഏതായാലും ഇത് പൂരഞ്ഞ് പെയ്യോ എന്നുള്ള വിഷയത്തിലാണ്. ഇവിടെ പെയ്തിട്ടില്ല, ഞാൻ കട്ടിലായിട്ട് മഴ ചെയ്തിട്ട് ഇതിൻ്റെ അകത്തുള്ള രണ്ടും ചെയ്ത് ജാക്കറ്റൊക്കെ മാറ്റി ഇസ്ലാംപട്ടിയിൽ നിന്ന് മധുരയിലേക്ക് പോവുകയാണ്. ഇപ്പോൾ സമയം 5:15 എന്താ അജ്ജി കാട്ടിന് കാജ് ജാക്കറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ജാക്കറ്റ് ഇട്ട്, പക്ഷെ ഫാൻറ്റ് നനഞ്ഞിട്ടില്ല. അടുത്തുള്ളി ഫാൻറ്റിൻ്റെ അടിഭാഗത്തിന് അടിയിൽ നിന്നുള്ള ചളിയെ കയറിയിട്ടുള്ളൂ. പക്ഷേ നമ്മൾ ഷർട്ടിട്ട ഭാഗത്ത് ഷർട്ടൊക്കെ നനഞ്ഞിരിക്കണേ. അത്രയും വലിയ തുള്ളിയാണ് വണ്ടിയുണ്ട്. ഒലക്കരമാർക്കുള്ള തുള്ളിയാണ് വണ്ടിയുണ്ട്. ഒലക്ക കെനിയൂക്കാരെക്കാട്ടും തന്നെ അല്ല അവർ പറഞ്ഞവർക്ക് ഒലക്കര വണ്ണുള്ള തുള്ളിയാണ് വന്ന മഴത്തുള്ളി. റോഡൊന്നും നോക്കുകയാണെങ്കിൽ ഒരു തുള്ളി മഴ ഇവിടെ ചാറിയിട്ടില്ല. നല്ല ബ്ലോക്കാണ് ഇസ്ലാംപട്ടി ടൗണിലാപ്പോൾ ഉള്ളത്. ഏകദേശം 38 കിലോമീറ്റർ ഇവിടുന്ന് മധുരക്കുള്ളത്. കാളവണ്ടി ബൈക്ക് തന്നെ എന്നെ കൺട്രി വഴിയാ പറയുന്നത് 13 കൺട്രീസ്. റീച്ച് ആയിട്ട് ഓക്കെ, 1 ഇയർക്ക് അപ്പുറമാ. ശരി. All the best. Thank you. How many days the journey? It's been more than 22 days. Oh, sir? 22 days. 28 of last month we started the journey. Oh, journey. It will be take 1.5 years to reach there in Australia. Under Singapore we can travel by road, and Okay. from Singapore to Indonesia we can use the ferry, and then to Australia by ship. You're from Kerala? Kerala. Which Malappuram. All the best. Thank you so We are much. Indian Express. Indian Express newspaper. Okay. Thank you so All much. the best. All the best. Nice to meet you. Yes, sir. Snap? Okay, okay. Okay, thank you. That's 50 days, sir? One? 1.5. ഞാനിതാ സമയം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ മധുരയിലാണ് ഉള്ളത്. മധുര ടെൻ്റ് അടിക്കാൻ സ്ഥലം നോക്കി നടക്കുകയാണ്. പെട്രോൾ പമ്പാ സേഫായൊരു സ്ഥലം ഇവിടെ കിട്ടുന്ന നമ്മളോട് ടെൻ്റ് അടിക്കും.
നമ്മളെ നാട്ടില് പൂള ചിപ്സ് ഒക്കെ ഉണ്ടാക്കണ മാതിരി ചക്ക കൊടുക്കണമൊക്കെയാണ് ഞങ്ങൾ കഴിഞ്ഞ് തന്ന് 250 ഗ്രാമിന് 50 രൂപ. ഇവിടെ മുഴുവൻ ചക്കയാണ്. ടെൻ്റ് എടുക്കാൻ സ്ഥലം 2 പമ്പ് നോക്കി, പക്ഷെ അവിടെ ഒന്നും സ്പേസ് ഇല്ല, ടെൻറ്റിൽ ഇടാനുള്ള സ്പേസ് ഇല്ല. അത്രയും തിരക്കുള്ള പമ്പ്. ഇവിടുന്ന് ടൗണിൽ ഒഴിഞ്ഞു നോക്കട്ടെ. എൻ്റെ ആണെങ്കിൽ വെള്ളം ഒഴിച്ച് തരണ വരെ വരുന്നത്. നമ്മൾ 2 പമ്പ് വേറെ ചോദിച്ചു, അവർ സമ്മതിച്ചില്ല, അവിടെ അടിക്കാൻ പറ്റില്ല പറഞ്ഞു. ഇതിൽ കൂടി ഉണ്ടല്ല ബൈക്ക് എടുക്കൽ കുറച്ചൊരു ബൈക്ക് എന്നല്ല ഏത് വണ്ടി എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട്. എവിടുന്നാ വരെ വണ്ടി ബൈക്കൊക്കെ കയറി വരുന്നൊരു ഐഡിയ കിട്ടുന്നില്ല. ഈ 2 ബോക്സ് പുറത്തു പോകും, ഗ്ലാസ്സിൽ ബോക്സ് ശരിക്കും കിട്ടണമില്ല. ടൗണൊന്ന് കഴിഞ്ഞിട്ടാൽ തന്നെ വലിയ കിട്ടലായിരുന്നു. ഇത് ടൗണും കഴിയുന്നില്ല, പോയിട്ടും പല റൂട്ടിലും പോയി നോക്കി ടൗണൊന്ന് പുറത്തിറങ്ങാൻ വേണ്ടി. സമയം ഇതാ വീണ്ടും മഴ തുടങ്ങി. ഇതുവരെ നമുക്ക് ടെൻ്റ് അടിക്കാനൊരു സ്പേസ് കിട്ടിയിട്ടില്ല. കിലോമീറ്റർ കഴിഞ്ഞ് പമ്പുകളുണ്ട്. വീണ്ടും ചാറ്റൽ മഴ തുടങ്ങി. ഒരൊക്കെ എൻ്റെ വർക്കൊന്ന് ഉണക്കിയതാണ്, വീണ്ടും അടുത്ത മഴ. അങ്ങനെ ഇതാ ഇന്നത്തെ താമസം ഈ കാണുന്ന പെട്രോൾ പമ്പിലാണ്. ഇവിടെ കിടക്കാനൊരു ഷെഡുണ്ട്, പക്ഷേ അവിടെ കിടന്നാൽ നമുക്ക് കൊതുകെല്ലാം കടിക്കും, സ്ലിപ്പിംഗ് ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്ത് ഇവിടുത്തെ മാനേജറോടൊക്കെ ചോദിച്ചിട്ട് സമ്മതം വാങ്ങിയിട്ട് നമ്മൾ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് മധുരയാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇതാ അവിടെ നമ്മൾ ടെൻ്റ് അടിച്ച് എൻ്റെ സ്ലീപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യം കുളിച്ചിട്ടില്ല, അവൻ്റെ സ്ലീപ്പിംഗ് ബാഗ് റെഡി ആക്കിയിട്ടില്ല. ഈ കാണുന്ന പാട്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിന് മുക്കിയിട്ട് ഇവിടെ നിന്ന് കുളിക്കുക. ടോയ്ലറ്റ് അപ്പുറത്ത് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റാണ്. നമ്മൾ താമസിക്കാനുള്ള അവിടെ കാജ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരാളവിടെ നിൽക്കണം, ഒരുപാട് ആളുകൾ വന്നു പോകുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മളെ സാധനങ്ങളൊക്കെ മിസ്സാവാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ടെൻറ്റും കാര്യമൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി രാവിലെ ഇവിടുന്ന് 7 മണി ലൈവായി കൊടുക്കണം. അപ്പോൾ ഒരു 6 മണിക്കെങ്കിലും എണീക്കണം. അപ്പോൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മധുരയുടെ കാഴ്ചകളായിട്ട് ബാക്കി വീഡിയോ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും